ടാറ്റ ഒരു ആഗോള കമ്പനിയാണ്, ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല. ജോലിക്കാരനായ ആളുകൾക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഈ ബിസിനസ്സുകാരായ ആളുകളുടെ ലൈഫ് സ്റ്റൈലും അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ബിസിനസ് അങ്ങനെയാണ്, ബിസിനസ് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഈ ആശയവും പ്രൊഡക്റ്റും മാത്രം മതിയാവില്ല ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാകും. ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് അതാണ് ഒരു ഓട്ടോ പൈലറ്റ് ബിസിനസ്. അത് എത്തിക്കഴിഞ്ഞാൽ Failure is not the end of the road. It's lack of faith. പരാജയം വഴിയുടെ അവസാനമല്ല, മറിച്ച് വിശ്വാസമില്ലായ്മയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ പുസ്തകം വായിച്ച് അതിൽ നിന്നും ഇൻസ്പയറായി സ്വന്തം ജീവിതത്തിൽ സക്സസിൻ്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയും അത് ഇന്ന് അനേകായിരം ഓൺട്രപ്രണേഴ്സിന് പകർന്നു നൽകുകയും ചെയ്യുന്ന ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ബിസിനസ് കോച്ച്, സക്സസ് സ്ട്രാറ്റജിസ്റ്റ്, മൈൻഡ് എക്സ്പേർട്ട്, സ്പിരിച്വൽ ട്രെയിനർ, author and entrepreneur, Mr. Kasak Benjali. Welcome to Inspire Stories. Thank you so much. നമുക്ക് ഇന്ന് ഒരുപാട് ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. സോ അവരിൽ നിന്ന് എങ്ങനെയാണ് കസാക് ബെഞ്ചാലി എന്നുള്ള പേരും താങ്കളും വ്യത്യസ്തനാകുന്നത്? ഈ ബിസിനസ് മോട്ടിവേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് കുറേ ഡെഫിനിഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു ടേം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിസിനസ്സുകാർക്ക് ശരിക്കും മോട്ടിവേഷൻ വേണ്ട എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവർ ശരിക്കും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ തുടങ്ങുന്നത്. 2 സ്റ്റേജിലാണ് അവർക്ക് മോട്ടിവേഷൻ വേണ്ടത്. അത് ഒന്ന്, അവർ തകർന്ന് നിൽക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. ആ മോട്ടിവേഷനാണ് അവരൊരു ബിസിനസ്സുകാരനാക്കുന്നത്. കാരണം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് റിസ്ക് എടുക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. സാധാരണ ഒരു ജോലിക്കാരൻ വേറെ എന്തെങ്കിലും സക്സസ്സിന് വേണ്ടി പോകുന്ന പോലെ അല്ല ബിസിനസ്സുകാരൻ. അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവർ തകർന്നു പോകുന്ന സമയത്ത്, പരാജയപ്പെട്ടു പോകുന്ന സമയത്ത്, അപ്പോഴാണ് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നൊരാൾ പറയുക, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസ്യനായ, അവർക്ക് തോന്നുന്ന, മീൻസ് ഇയാൾക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും തോന്നുന്ന ഒരാളുടെ വാക്കുന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ ഒരാൾ പറയുകയാണ് ഇത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ, ഞാൻ പറയാം ഇൻസ്പിറേഷനാണ്. മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും വേറെ ഏത് വ്യക്തിയാണെങ്കിലും നമുക്കൊരാളെ ഇൻസ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ലൈഫിൽ അയാൾ ഒരു പക്ഷേ പ്രോഡക്റ്റ് എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ സർവീസിൽ അയാൾ പുലിയായിരിക്കും. പക്ഷെ അയാൾ മിസ് ചെയ്യുന്ന കുറേ ലിങ്കുകളുണ്ടാവും. ടീം മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ, മാർക്കറ്റിങ്ങിൽ, ബ്രാൻഡിങ്ങിൽ, പ്രോസസ് എഫിഷ്യൻസി കൂട്ടുന്നതിൽ, ടെക്നോളജിയിൽ അവർ മിസ് ചെയ്യുന്ന ആ ഏരിയയെ കൂട്ടിയിണക്കി കൊടുക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റോളായിട്ടുള്ളത്. സോ ഞാൻ ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ എന്നതിനും അപ്പുറത്ത് ആവശ്യമുള്ള ഘട്ടത്തിൽ ഓൺട്രപ്രണേഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് 2022 ഞങ്ങളുടെ ഒരു 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു സിറാജ് എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ ഞങ്ങളിതിൽ എല്ലാവരോടും ഫസ്റ്റ് തന്നെ അവരുടെ ഉള്ളിലൊരു കൃത്യമായിട്ടൊരു 3 ഇയർ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു എന്താണ് ഈ വിഷൻ ബോർഡ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഒരു ടോയ്സ് ഷോപ്പിലേക്ക് കയറി ചെന്നിട്ട് ആ കുട്ടിയോട് നമ്മൾ പറയാണ് നീ ആവശ്യമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്തൊക്കെ എടുക്കും? അതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാരി വലിച്ചിട്ട് എടുക്കൂലേ? അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിൽ 3 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അതൊക്കെ ഒരു ലോജിക്കലാണെന്ന് തോന്നുന്ന സംഗതികളൊക്കെ നിങ്ങൾ അതിനകത്ത് എഴുതി കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷൻ ബോർഡ് എഴുതി വെച്ചു. അയാൾക്കത് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നടക്കും എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ കൊടുക്കുകയും ആ വിഷൻ ബോർഡിലേക്ക് കൃത്യമായിട്ടുള്ള മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ ഗൈഡ് ചെയ്യുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഞങ്ങളുടെ ആ ഒരു 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ഞാനതിൻ്റെ ഓഡിയോ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം, പുള്ളി ആ ഒരു ഇത് ഇട്ടത്. കാരണം അന്ന് വിഷൻ ബോർഡ് വെറുതെ എഴുതി വെച്ചാണ് പുള്ളി ഇങ്ങനെയാണ് എനിക്ക് ഇന്ന യൂണിറ്റുകൾ തുടങ്ങണം, പാർട്ട്ണർ അന്ന് പാർട്ട്ണറുണ്ട്, അപ്പോൾ ബിസിനസ് തുടങ്ങണം എന്നൊക്കെയുള്ള അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, ഇതൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ എഴുതി വെച്ചതാണ്. പക്ഷേ അന്ന് പ്ലാൻ ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റി. അന്നത്തെ വിഷൻ ബോർഡിലുള്ള മുഴുവൻ കാര്യങ്ങളും 3 ഇയേഴ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിഷൻ ബോർഡ് അന്ന് ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ആ ചെറിയ ഷോപ്പും കൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് പോകുമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഒരു ഓൺട്രപ്രണറുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി അയാൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അയാൾക്ക് ചിലപ്പോൾ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട്, അവരുടെ കയ്യിൽ ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും,
ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്, ആപ്പിൾ എന്ന് പറയുന്ന വേറെ പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല സാധനങ്ങളും ഇതുപോലെ ഗ്ലോബലി വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പക്ഷെ അവരിതൊന്നും അറിയില്ല. അവരെ ലോക്കൽ മാർക്കറ്റിൽ അവർ വിഷൻ എത്രയായിരിക്കും, അവരെ നാട്ടുകാർക്കിടയിൽ അവർക്ക് ആവശ്യമുള്ള 1 ലക്ഷമോ 2 ലക്ഷം രൂപ ലാഭം വാങ്ങിച്ച് കഴിഞ്ഞു പോകുന്നവരായിരിക്കും. പക്ഷേ ഇതിനെ കൃത്യമായിട്ടൊരു ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കൃത്യമായ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് നല്ലൊരു പ്രോസസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിനകത്ത് നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളുടെ ലോക്കലി ഉള്ള പല സാധനങ്ങളെയും നമുക്ക് വലിയ രീതിയിൽ ഗ്ലോബൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത്. മീൻ വിൽക്കുക എന്ന് പറയുന്ന സാധനത്തെ ആ പ്രോസസ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അതൊരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുന്നിലെത്തുന്ന ഓൺട്രപ്രണർ അവർ വിശ്വസിക്കാത്ത, അവർ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടില്ലാത്ത ചില ഏരിയയിൽ അവർ അസസ് ചെയ്തിട്ട് അവരെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കി അതിലേക്ക് ഗൈഡ് ചെയ്യുകയും അതവരെ തോന്നിപ്പിക്കുകയും ചെയ്യുക, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. ഇതാണ് ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന്, സോക്കോൾഡ് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വിളിക്കുമെങ്കിലും ഞാനൊരു ഇൻസ്പയറിങ് ഗൈഡാണ്. ശരിക്കും ഗൈഡൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ബാക്കിയുണ്ട്, ലൈക്ക് എങ്ങനെയാണ് ഖസാക്ക് ബെഞ്ചാലി എന്നുള്ള പേര് അവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത്. അതായത് ഞങ്ങൾ ഇപ്പോൾ 2 രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ കോച്ചുമാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന 2 വാല്യൂസ് ഉണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഒരു ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് എത്തിക്കൽ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നാണ്. കുറേ ഓൺട്രപ്രണേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് എത്തിക്കലായിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഗൈഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിന് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും കുറേ കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, ഗൈഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒരു വാല്യൂ ഷിഫ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ മിഷനിലും വിഷനിലും പർപ്പസിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ ഗൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുക എന്നതിലും അപ്പുറത്ത് ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ എംപവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ബിഹേവ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി അല്ലെങ്കിൽ സഹോദര തുല്യമായിട്ടുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ്. കാരണം ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ജാടയും കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ടാവാം. പക്ഷെ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ റിസൾട്ട് ഫോക്കസ് ചെയ്ത് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ കൂടെ നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ സർവീസ് അതിൻ്റെ മോണിറ്ററി വാല്യൂ നോക്കാറില്ല. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ചിലപ്പോൾ 10,000 രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ വാല്യൂ എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ക്ലയൻസിന്, നമ്മളിപ്പോഴും ക്ലയൻറ്റുമായിട്ട് നല്ല സൗഹൃദത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരു വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്നതല്ല. എപ്പോഴാണ് ഈ പേരിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ലൈക്ക് അതൊരു റീബ്രാൻഡിങ് പ്രോസസ് ആയിരുന്നു. അത് എങ്ങനെയാണ് ആ പേര് വന്ന ഒരു വഴി എങ്ങനെയാണെന്നൊന്ന് പറയാം. ഞാൻ വഴി കുറേ ഉണ്ട് അതിനകത്ത്. എന്നാൽ പോലും ഞാനൊരു കോച്ചാവാൻ തീരുമാനിക്കുന്നത്, ഞാൻ ദുബായിൽ ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് ഒരു 5-6 വർഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ദുബായിലെ തന്നെ ഏറ്റവും വലിയൊരു ലീഡിങ് കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ പ്രോസസ് കംപ്ലയൻസും അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സും സിസ്റ്റവും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലൊരു പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷേ ആ പേരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് ഞാനാണ്. എൻ്റെ പ്രോഡക്റ്റ് ദിലീപ് പറയുന്ന പോലെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറയുന്ന പോലെ ആ പേരിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പേര് പറയുന്നത് പല പേരുകളും ആ പേരല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലായിരിക്കാം. അപ്പോൾ റീബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇത് പുതിയൊരു പേരൊന്നുമല്ല. ഖസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്നത് എൻ്റെ പേരിൻ്റെയും എൻ്റെ ഫാമിലി നെയിമിൻ്റെയും ഷോർട്ട് ഫോം ആണത്, ഖസാക്ക് എന്ന് പറയുന്നത്. ബെഞ്ചാലി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഒരു ചെറിയ പ്രദേശം, എൻ്റെ വീട് നിൽക്കുന്ന ചെറിയൊരു പ്രദേശത്തിൻ്റെ പേരാണ് ബെഞ്ചാലി. അതൊരു 10-30 വർഷമൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പേരാണെങ്കിലും ഇടക്കാലത്ത് ആളുകൾ മറന്നു തുടങ്ങിയൊരു പേരാണ്. അത് ഞാൻ കണ്ടെത്തുകയും ആ പേരിന് എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യുകയാണ് ചെയ്തത്, ഖസാക്ക് ബെഞ്ചാലി. അതൊരു അത്ര എളുപ്പമായിരുന്നില്ല റീബ്രാൻഡിങ് പ്രോസസ്സ്. പരിഹാസങ്ങളുണ്ടായിരുന്നു. ഈ ബെഞ്ചാലിയും ബംഗാളിയും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള വിളിക്കേണ്ടത്. ബട്ട് അതിനെക്കുറിച്ചല്ല, നമ്മളുടെ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ രീതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അത് താങ്കളുടെ ലൈഫിൽ ഒരു വലിയൊരു സക്സസ്ഫുൾ ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിൽ നിന്നാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ എനിക്കതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ
അത്ര മധുരമുള്ളൊരു കുട്ടിക്കാലമായിരുന്നില്ല. അത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം ഫാദറിന് കുറേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പുള്ളി വളരെ കഠിനാധ്വാനം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നോക്കിയത്. പക്ഷേ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഫാദറിന് ചെറിയ അകറ്റി നിർത്തലുകളും കാരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ് എൻ്റെ കുട്ടിക്കാലം, ഞാനാണ് മൂത്ത മകൻ, കുട്ടിക്കാലം കടന്നു പോയത്. സോ എൻ്റെ മദറും അതുപോലെ തന്നെ എൻ്റെ ഫാദറും ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതും കരയുന്നതും ഒക്കെ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്വാഭാവികമായിട്ടും അത് ബാക്കി വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, എൻ്റെ ഫാദറിനും മദറിനും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ഉള്ളിൽ എനിക്ക് സക്സസ് ആകണം എന്നുള്ളതിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫാദറും മദറും കുട്ടിക്കാലത്ത് അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും കണ്ണീരും നേരിട്ട് കണ്ടിട്ടുണ്ട്. മൂത്ത മകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മദർ കരയുന്നതും മദറിൻ്റെ കണ്ണുനീര് എൻ്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു തീക്കനലുള്ള ഓർമ്മ തന്നെയാണ്. അപ്പോൾ അവർ അപമാനിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന്, അവർ പരിഹസിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന്, അവരെ കളിയാക്കിയവരുടെ മുന്നിൽ അവർക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കണമെന്നുള്ള തീവ്രമായൊരു ഫയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബപരമായ സാഹചര്യങ്ങളിലൂടെ നേരിട്ട ട്രോമയും എന്നെയും നന്നായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ഡിഗ്രി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ജോലി കയറി പല സ്ഥലങ്ങളിലായിട്ട് സെയിൽസിലും മറ്റുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ നിന്നാലൊന്നും കടവും സാമ്പത്തിക ബാധ്യതയും വീടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ഞാനൊരു കമ്പനിയിൽ ഒരു ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് പ്രോസസ്സൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് UAE അബുദാബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യായിരുന്നു. എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ലാംഗ്വേജ് അറിയില്ല എന്നുള്ള, ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്ലയൻസൊക്കെ മലയാളികൾ വളരെ കുറവായിരുന്നു ശരിക്കും. അറബികളായിരുന്നു, അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. പിന്നെ വിദേശികൾ, അമേരിക്കക്കാരും യൂറോപ്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ ബബ്ബടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസമായിരുന്നു. ജോലി ചെയ്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തിയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യണം, തോറ്റ് ഓടിയാൽ ഇനിയും കുറേ ഓടേണ്ടി വരും, ഈ പറഞ്ഞ എൻ്റെ കടങ്ങൾ വീട്ടണം, എൻ്റെ മാതാപിതാക്കൾക്ക് ഈ പറയുന്ന ഒരു അഭിമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഫൈറ്റ് മോഡലാണ്. ഒരു ടീച്ചറും ഒന്നും ഇല്ലാത്ത, അന്ന് യൂട്യൂബ് ഇല്ല, സംവിധാനമൊന്നുമില്ല. 2011 കാലഘട്ടമാണ്. യൂട്യൂബ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് അത്ര വ്യാപകമല്ല. മൊബൈൽ ഫോൺ അത്ര സ്മാർട്ട് ഫോണിലേക്ക് നമ്മൾ മാറിയിട്ടൊന്നുമില്ല. റേഡിയോ കേട്ടിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ലാംഗ്വേജിനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത്. ദുബായ് കേന്ദ്രീകരിച്ച് അന്ന് പ്രവർത്തിക്കുന്ന 103.8 എന്നാണെന്ന് തോന്നുന്നു, നമ്പർ മാറിയോ എന്ന് എനിക്കറിയില്ല. 103.8 ദുബായ് എന്ന് പറയുന്നൊരു റേഡിയോ ചാനലുണ്ട്. അതിൽ കൂടുതലായിട്ട് ഈ ബിസിനസ് ഡിസ്കഷൻസ് നടക്കുക, പാട്ടും മറ്റു പരിപാടികളല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലേക്കുള്ള പോക്കിലും വരവിലും ഒക്കെ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ സമയത്തും അതുപോലെ തന്നെ കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവറുണ്ട്, വണ്ടിയുണ്ട്, നമ്മൾ അവരുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. ദുബായിലും അബുദാബിയിലൊക്കെയുള്ള യാത്രയിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ഒരു ദിവസം തീർച്ചയായിട്ടും യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഈ സമയങ്ങളൊക്കെ പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ, അന്ന് നോക്കിയുടെ ഒരു ഫീച്ചേർഡ് ഫോണാണ്, വയറുകൊണ്ടുള്ള ഹെഡ്സെറ്റാണ്, അത് കുത്തിവെച്ച് 24 മണിക്കൂറും എന്ന രീതിയിൽ ഞാനിത് കാണുകയും അവരുടെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ആവർത്തിച്ച് കേട്ട് കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കുകയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് കുറേ ഇംഗ്ലീഷ് അറിയായിരുന്നു, പക്ഷേ വാക്ക് വരുന്നില്ലായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് നാവിനെ ട്രെയിൻ ചെയ്ത് 6 മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്തു. മാസ്റ്റർ ചെയ്യുക മാത്രമല്ല, ബെസ്റ്റ് എംപ്ലോയി എന്നുള്ള രീതിയിലേക്ക് വന്നു. ഞാൻ പല ക്ലയൻറ്റിനും ഇംഗ്ലീഷിൽ തന്നെ ട്രെയിനിങ് എടുത്ത് കൊടുക്കുന്ന തലത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റി. കഠിനാധ്വാനം അതുപോലെ തന്നെ ദൈവ സഹായമാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ ജോലിയിൽ കുറച്ചു കാലം നിന്നു, സീനിയർ കൺസൾട്ടൻ്റായി, പ്രൊമോഷനൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ജോലി കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു, പുതുതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തോന്നിയപ്പോൾ പുതിയൊരു ജോലി കണ്ടെത്താൻ ശ്രമിച്ചു. അത് വലിയ കമ്പനിയായിരുന്നു, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതികളൊന്നും ഇല്ല. ഞാനൊരു പീപ്പിൾസ് മാനാണ്. അത് എനിക്ക് മറ്റു ജോലി അത്രയും എടുക്കാതിരിക്കാനുള്ള കാരണം അതിൽ പുതിയ ആളുകളെ കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, പുതിയ പ്രശ്നങ്ങൾ. പിന്നെ മൈൻഡ് കുറച്ചും കൂടി ക്രിയേറ്റീവ് മൈൻഡാണ്. അപ്പോൾ പുതിയത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ത്രില്ലടിക്കാം. പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒരൊറ്റ പാറ്റേണിൽ ഒരേ ടൈപ്പ് ആളുകളെ ഒരേ പ്രോസസ്സിൽ ബ്രെയിനൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു ജോലിയായി മാറിയപ്പോൾ, തുടക്കത്തിലുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതൊരു പാറ്റേൺ രൂപപ്പെട്ടു. എനിക്ക് ശരിക്കും ബോറടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നല്ല ശമ്പളമുണ്ട്, ഫാമിലി അവിടെ തന്നെ ഉണ്ട്, കടമൊക്കെ വീട് അതിനിടയ്ക്ക് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഒരു സാധാരണ ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം 4-5 ലക്ഷം രൂപ ശമ്പളം എനിക്കുണ്ട്, വൈഫിനും അതുപോലെ തന്നെ തിരക്കടില്ലാത്ത ശമ്പളമുണ്ട്, വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ജോലി നിലനിന്ന് പോകാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് എന്നോടൊരു നീതി ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് ഞാൻ ആ ജോലി ഒറ്റയടിക്ക് റിസൈൻ ചെയ്യല്ല ചെയ്ത്, ഞാൻ പാരലായിട്ട് എൻ്റെ പാഷനിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ സ്വിച്ച് ചെയ്യും
എന്താണ് അതിന് വഴി? കാരണം എനിക്ക് അതിനു മുമ്പ് ഞാൻ വല്ല പരിശീലനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും മനസ്സിലാക്കി പഠിച്ചിട്ടോ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് കിട്ടിയൊരു പുസ്തകമാണ്, ഞാൻ തിരഞ്ഞപ്പോൾ കിട്ടിയൊരു ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ബുക്സ് എന്ന രീതിയിൽ. ഞാൻ ആരാണ്, എന്തിലേക്ക് മാറണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തിരയുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ എത്തിയൊരു പുസ്തകമാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അത് വായിച്ച് തുടങ്ങി അതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു, വർക്കബിൾ ആണെന്ന് തോന്നി. ഞാനതൊരു 100ഓളം തവണയെങ്കിലും വായിക്കുകയും ഓഡിയോ ബുക്ക് കേട്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വായിക്കല്ല ഞാൻ ചെയ്തത്, പഠിക്കുകയായിരുന്നു. അതിനകത്ത് ഓരോ ചാപ്റ്ററുകളും എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരു ഡ്രമാറ്റിക്കലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി. ഒരു 6 മന്ത് കൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. വളരെ ഇമോഷണൽ ദേഷ്യമൊക്കെ വന്നിരുന്ന ആൾ എന്നിൽ നിന്ന് കുറേ കൂടെ ശാന്തനാകാൻ തുടങ്ങി. വീട്ടിലും മക്കളുടെ അടുത്തേക്കുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നു. സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് ഞാൻ വലിയ മാറ്റം വന്നു. കാരണം 5-6 മണിക്കൂറും 7-8 മണിക്കൂറൊക്കെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിലൂടെ കടന്നു വരുന്ന ഞാൻ അതൊക്കെ മാറ്റി വെച്ച് കുറേ കൂടെ പ്രൊഡക്റ്റീവായ രീതിയിലേക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന രീതിയിലേക്ക് മാറി. അത് എന്നിൽ ക്വാളിറ്റിയുള്ള കുറേ ചേഞ്ചുകൾ കൊണ്ടുവന്നപ്പോൾ വൈഫും ബന്ധുക്കളൊക്കെ പറഞ്ഞു, കൊള്ളാം, നിനക്ക് കുറേ നല്ല പോസിറ്റീവായ ചേഞ്ച് ഉണ്ട്. അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് എന്നിൽ മാറ്റം ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ആ പുസ്തകം ഞാൻ ശരിക്കും 2-3 വർഷത്തോളം ആ പുസ്തകം തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അത് മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നിയിടത്തുനിന്നാണ് ഞാനതൊരു ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുന്നത്. അത് എഡിറ്റിംഗ് ഒന്നും അറിയാത്ത എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗാണ് ആദ്യം എഡിറ്റ് ചെയ്ത് തന്നത്. ക്യാമറയുടെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് അറിയില്ലായിരുന്നു. പതുക്കെ ആളുകൾ അത് റെസ്പോണ്ട് ഒക്കെ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാനൊരു കോച്ച് എന്ന രീതിയിലേക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നിടത്തേക്ക് എത്തിയത്. പിന്നെ അതിൽ തന്നെ പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ടു ബിക്കം എ സക്സസ്ഫുൾ കോച്ച്, ബട്ട് ബൈ 2025 ജോലി പെട്ടെന്ന് റിസൈൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2025 ആകുമ്പോഴേക്കും എനിക്കൊരു കോച്ച് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് 2016 തുടങ്ങുന്നത്. ബട്ട് അതിൽ പറയുന്ന പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നമ്മളതിനു വേണ്ടി പെർസിസ്റ്റൻസ്, കഠിനാധ്വാനത്തോട് കടിച്ചു പിടിച്ച് തൂങ്ങിന്ന് നമ്മൾ പോലും വിചാരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും. അത് തന്നെയായിരുന്നു എൻ്റെ കേസിൽ അനുഭവപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് 2016 ഞാനൊരു എയിം ചെയ്ത് ഇറങ്ങി, അതിൽ കഠിനാധ്വാനം ചെയ്തിരുന്നു, അതിലെ പ്രിൻസിപ്പിൾസും ഫിലോസഫീസും ഫോളോ ചെയ്തിരുന്നു. പക്ഷെ 2016 ആയപ്പോഴേക്കും ഒരു വലിയൊരു ഈവെൻറ്റ് നടത്താൻ, അതിലേക്ക് ആളുകൾ വരാൻ, ആളുകൾ പൈസ അടക്കാനും, അത് കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് പ്രോഗ്രാം, സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ട്രെയിനിങ്, അതിനു മുമ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരാൾ ട്രെയിനിങ് എടുക്കണം. ഈ പുസ്തകത്തിൽ തന്നെയാണ് ആ പുസ്തകം എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളുമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അത് അത്ര പറഞ്ഞല്ലോ. അതിലേക്കുള്ള വഴികൾ, സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് ആളുകൾക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, നല്ല രീതി അനുഭവപ്പെട്ടു. അന്ന് ഞാൻ മനസ്സിലാക്കി ദിസ് ഈസ് മൈ വേ. അത് 2017 ജൂലൈ 14 ദുബായിൽ. എത്ര പേരായിരിക്കും അതിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു? 70 പേര്, 74 പേര് ദുബായിൽ ഓർക്കിഡ് വ്യൂ എന്ന് പറയുന്ന ബർദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട്. അത് പെയ്ഡ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ 150 ദിർഹംസ് ഫീസ് അടച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രോഗ്രാമിന് ആളുകൾ വന്നത്. അത് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്. അതെങ്ങനെയാണ് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ലെന്നിരിക്കെ ആദ്യത്തെ പ്രോഗ്രാമിന് അത്രയും ആളുകളുടെ ഒരു സാന്നിധ്യം? അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മാജിക്, ലോ ഓഫ് അട്രാക്ഷൻ മാജിക് ആണ്. കാരണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ കുറെ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് നമ്പർ കൊടുത്തായിരുന്നു. സോ ആളുകൾ വരുന്നു, ആയിരക്കണക്കിന് ആളുകൾ പലയിടത്തും മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടു, ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു. CAS മൈൻഡ് കെയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ഫോം ചെയ്തു. ആ കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെയും സുഹൃത്തുക്കളൊക്കെ എൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു. അങ്ങനെ അതിനൊരു UA ചാപ്റ്റർ രൂപപ്പെട്ടു. UA ചാപ്റ്റർ തന്നെ 250-ലേറെ അംഗങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ലീഡർഷിപ്പിൽ 3 ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. വൺ മിസ്റ്റർ ബാവ, വൺ മിസ്റ്റർ പ്രതീഷ്, അതുപോലെ തന്നെ വൺ മിസ്റ്റർ സനൂപ്. ഈ 3 പേരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നമുക്കൊരു 1 ഡേ നിങ്ങളുടെ ലൈഫിലുണ്ടായി ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേക്കും ട്രെയിനിങ് എടുക്കണം അല്ലെങ്കിൽ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഞാൻ ഇനിയും 2-3 വർഷങ്ങൾക്ക് അപ്പുറത്തേ എനിക്കത് സാധിക്കുള്ളൂ. കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്കിങ്ങനെ പോകാം, എൻ്റെ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരോട് പങ്കുവെക്കാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് വല്ലപ്പോഴല്ലേ വരുള്ളൂ. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അവർ ധൈര്യത്തിൽ ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടാണ് ദുബായിൽ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. അത് മെയിലാണ് ബുക്ക് ചെയ്യുന്നത്, ജൂലൈയിലേക്ക് വേണ്ടിയിട്ട്. കാരണം അതിനിടയ്ക്ക് ഒരു നോമ്പ് കാലമൊക്കെ വരുന്നു. ദുബായിൽ അറിയാമല്ലോ, നോമ്പ് കാലം ഡ്രൈ ആണ്, പ്രത്യേകിച്ച് നടക്കില്ല, നോമ്പ് കഴിഞ്ഞിട്ട്. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ വന്നു. അങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ 70ഓളം ആളുകൾ പെയ്ഡായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം നടക്കുന്നു, ആദ്യത്തെ പ്രോഗ്രാം. അതിൻ്റെ ഫീഡ്ബാക്കാണ് ഇന്ന് എന്നെ ഇവിടെ ഇരിക്കുന്നതിലേക്ക്
എത്തിച്ചിട്ടുള്ളത്. സോ അത് ആ ഒരു പുസ്തകം വായനയും ആ പുസ്തകത്തിലൂടെ കിട്ടിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. പിന്നീടാണ് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ആഴത്തിൽ ഈ പുസ്തകം എന്താണെന്ന് പഠിക്കുന്നത്. പുസ്തകത്തിലുള്ളത് പഠിച്ചെങ്കിലും ഈ പുസ്തകം എന്താണെന്ന് പഠിക്കുന്നത്. അപ്പോഴാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വളരെ മികച്ചൊരു ക്ലാസിക്കാണെന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം പുള്ളിക്കാരനത് എഴുതിയത് അമേരിക്കയിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ 500ഓളം ബിസിനസ്സുകാരുടെ ലൈഫിൽ അവരുടെ കൂടെ 25 വർഷം സ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫ് റിസർച്ച് ചെയ്ത്, പ്രത്യേകിച്ചും ആൻഡ്രൂ കാർണഗി, അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ, ഹെൻറി ഫോർഡ്, ഇവരെ പോലുള്ള ഗടാഗടിയന്മാരായിട്ടുള്ള ആളുകളുടെ ലൈഫിനെ 25 വർഷം എടുത്ത് പഠിച്ചിട്ട് എഴുതിയതിൻ്റെ സമ്മറിയാണ് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. സോ ചിന്ത ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള പാഠം അന്നാണ് ഞാൻ പഠിക്കുന്നത് ആ പുസ്തകത്തിലൂടെ. സോ ഇന്ന് ഞാൻ കുറേ ആളുകളെ അവരെ ചിന്ത ചേഞ്ച് ചെയ്യുകയും ഹാബിറ്റ് ചേഞ്ച് ചെയ്യുകയും വഴി അവരെ ലൈഫ് മാറ്റാൻ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പല മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ സോ കോൾഡ് ബിസിനസ് കോച്ച്, ട്രെയിനേഴ്സ്, ഇവരൊക്കെ പല ആളുകളും നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട് സൊസൈറ്റിയിൽ. നമ്മളിപ്പോൾ ഒരു ഓൺലൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരൊന്നും കൃത്യമായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ താങ്കളുടെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു ഓൺട്രപ്രണർ ലൈനിലും കൂടെ അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ബിക്കോസ് ബെഞ്ചാലീസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ബെഞ്ചാലി ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ബെഞ്ചാലി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു സോക്കോൾഡ് ഒരു ബിസിനസ് സാമ്രാജ്യവും താങ്കൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന സോക്കോൾഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺട്രപ്രണർ ലൈനിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് കുറച്ചുകൂടെ അവരുമായിട്ട് കണക്ട് ചെയ്ത് അല്ലേ അവർക്ക് കൂടുതൽ ഗൈഡൻസ് നൽകാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ജോലി ചെയ്ത് എനിക്ക് എൻ്റെ 2ാമത്തെ ജോലി കഴിഞ്ഞതോടുകൂടി ഞാനൊരു ബിസിനസ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഡക്റ്റുകൾ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടേതായ ബ്രാൻഡിലെടുത്ത് ഞങ്ങൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യും. അത് തുടക്കത്തിൽ വലിയ സക്സസ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് ചെറിയ പറ്റിക്കപ്പെടലുകളും അതുപോലെ തന്നെ മറ്റു ചില ഇഷ്യൂകളും കാരണം ഞങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വലിയ സാമ്പത്തിക ബാധ്യത ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബിസിനസ് പാഠങ്ങളൊക്കെ പഠിച്ച് പുറത്ത് കടക്കണം, എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഒരു ജോലിക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ കാലാകാലം ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയും അട്രാക്റ്റീവായ ശമ്പളവും ഒക്കെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ജൂനിയർ ബിസിനസ് കൺസൾട്ടൻ്റ് എന്നുള്ള ജോലിയായിരുന്നു. അതെനിക്ക് വലിയ അവസരങ്ങൾ നൽകി. കാരണം 2000-ലേറെ ക്ലയൻസിനെയാണ് ഞാൻ ആ കാലയളവിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പല രാജ്യക്കാരായിട്ടുള്ള മലയാളികളുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ദുബായിൽ വലിയ സാമ്രാജ്യമായി മാറിയിരിക്കുന്ന ഹോട്ട് പാക്ക് എന്ന് പറയുന്ന ബിസിനസ് അവരുടെ ദൈറയിലെ ഓഫീസിൽ 2013 അവരുടെ സിസ്റ്റം പ്രോസസ്സും ഒക്കെ ബിൽഡ് ചെയ്യാനും ISO സർട്ടിഫിക്കേഷൻസും ഒക്കെ വേണ്ടിയിട്ട് അന്ന് കൺസൾട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അന്ന് 2013. ഇന്ന് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ 2022 ഞാൻ വീണ്ടും ഹോട്ട് പാക്കിൽ പോവുകയും ഹോട്ട് പാക്കിൽ 100 ചില്ലാനും വരുന്ന ഇൻ്റർനാഷണൽ സെയിൽസ് സ്റ്റാഫിന് ട്രെയിനിങ് എടുക്കുകയും ചെയ്തു. പക്ഷേ ആ കാലയളവിൽ ഹോട്ട് പാക്ക് ഇന്ന് ലോകത്തിൽ തന്നെ എണ്ണം പറയാവുന്ന പാക്കിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. വലിയ സ്ഥാപനം, വലിയ സക്സസ്സാണ്. അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നല്ല സൗഹൃദവും എനിക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ ക്ലയൻസുകൾ എനിക്ക്, അതുപോലെ തന്നെ UAE തന്നെ ഒരുപാട് എല്ലാ എമിറേറ്റുകളിലും എനിക്ക് പല രാജ്യങ്ങളും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സൗദി, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ, ഈവൻ ഇറാഖിൽ അമേരിക്കൻ ആർമിയുടെ കീഴിലുള്ളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിങ്. അപ്പം ഇതെനിക്ക് നൽകിയത് വലിയൊരു അവസരമാണ്. ബിസിനസ്സുകാരുടെ പ്രോബ്ലംസ്, ബിസിനസ്സിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചലഞ്ചസുകൾ, അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. എൻ്റെ സീനിയർ കൺസൾട്ടൻറ്റുമാർ എനിക്ക് ആദ്യം ഗൈഡൻസ് തന്നിരുന്നു. പിന്നീട് ഞാൻ സീനിയർ കൺസൾട്ടൻ്റായി, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. പിന്നെ എൻ്റെ കീഴിലൊരു പറ്റം കൺസൾട്ടന്റുമാരെ ഹെഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതെനിക്ക് ബിസിനസ്സുകാരുടെ ദൈനംദിന പ്രോബ്ലം, ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങളും, എങ്ങനെയാണ് ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോസസ്സ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അതിനകത്ത് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഒരു ടെക്നോളജി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ നോർമലായിട്ടൊരു ബിസിനസ്സിൻ്റെ പീപ്പിൾ, പ്രോസസ്സ്, പ്രൊഡക്റ്റ് തുടങ്ങിയ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഈ അനുഭവങ്ങളിലൂടെ എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ബെഞ്ചാലി അക്കാഡമി ജസ്റ്റ് എന്നെ വിചാരിച്ച് മാത്രം റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. സാധാരണ നിങ്ങൾ കാണുന്ന ബിസിനസ് കോച്ച്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾ പലപ്പോൾ ഒരു സ്ഥാപനം ബിസിനസ് ആയിട്ട് തന്നെ ചിലപ്പോൾ റൺ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ബെഞ്ചാലി അക്കാഡമിയിൽ ഏകദേശം 30-ലേറെ സ്റ്റാഫ് ബെഞ്ചാലി അക്കാഡമിയിൽ മാത്രമുണ്ട്. ഞങ്ങൾക്ക് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ട്രെയിനിങ് എടുക്കുക എന്ന് മാത്രമല്ല ഞങ്ങളുടെ റവന്യൂ എന്ന് പറയുന്നത്. ബെഞ്ചാലി ആപ്പ് എന്ന് പറയുന്നതിലൂടെ കൃത്യമായിട്ടുള്ള റവന്യൂ ഓട്ടോമേറ്റഡ് സ്ട്രീം ഞങ്ങൾക്കുണ്ട്.
പിന്നെ പല സെഗ്മെൻറ്റിൽ R&Dയിൽ ഞങ്ങൾക്കുണ്ട്, മീഡിയയിലും പ്രൊഡക്ഷനിലും ഞങ്ങളുടെ ടീമുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻസും ഒക്കെ ആയിട്ടൊരു 30ഓളം സ്റ്റാഫുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് ബെഞ്ചാലി അക്കാഡമി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ബ്രൈറ്റ് ഫോർടെക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഫ്ലൈജീനിയ എന്ന് പറയുന്ന ഒരു എബ്രോഡ് സ്റ്റഡിയുടെ ഒരു ബിസിനസ് ഇന്ന് എൻ്റെ വൈഫാണ് അത് ഹെഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ പ്രോജക്റ്റ്, പിന്നെ അതുപോലെ തന്നെ ദുബായിൽ എൻ്റെ അളിയൻ മാനേജ് ചെയ്യുന്നുണ്ട് 1-2 ട്രേഡിംഗ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് അളിയൻ്റെ ആകസ്മികമായ മരണം ഉണ്ടായത്. അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് 1-2 പ്രൊജക്റ്റുകളും റിസോർട്ടുകളും പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ട്. നമ്മൾ പുതിയ 1-2 പ്രൊജക്റ്റുകൾ, നാച്ചുറോപ്പതിയുടെ ഒരു പ്രൊജക്റ്റ് പാലക്കാട് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റ് ഇപ്പോൾ അടുത്ത ഡിസംബറിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് ഒരു ഓൺട്രപ്രണർ ആയിക്കൊണ്ടുള്ള ബിസിനസ് കോച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബിസിനസ്സിനെയും പരിചയമില്ലാതെ, ഒരു ബിസിനസ്സെയും ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാതെ ഞാനും കോട്ടിട്ടിട്ട് വീഡിയോ ഒക്കെ കൊണ്ടിരുന്നിട്ട് ബിസിനസ് കോച്ച് എന്ന് പറയുന്ന രീതിയല്ല. എൻ്റെ പരിചയം ഈ 2000-ലേറെ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് ആസ് എ കോച്ച്. അതും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ഇത്രയും വാസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് റൺ ചെയ്യുന്ന ഒരാളാണെന്ന് കൂടുതൽ മനസ്സിലാവുന്നത്. അതിനകത്ത് ചെറുതായിട്ടൊരു ആഡ്, ചില ആളുകൾ ചിലപ്പോൾ ബിസിനസ് ചിലപ്പോൾ ചെയ്ത് സക്സസ് ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ള ആളുകളായിരിക്കും. ഇപ്പോൾ അവർക്ക് ബിസിനസ്സുകാരൻ്റെ പ്രോബ്ലം അറിയാം, ബിസിനസ് നന്നായിട്ട് അവർ ടീച്ചിങ്ങിലായിരിക്കും എക്സ്പേർട്ട് ആയിട്ടുണ്ടാവുക. ടീച്ചിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും, നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്ന ചിലവർ അങ്ങനെ. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളൊരു കോച്ചാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മാർക്കറ്റിന് മിസ്ഗൈഡ് ചെയ്യരുത്, കൃത്യമായിരിക്കണം കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവരെ പാഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും മാർക്കറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവർ അഗ്രഗണ്യരായിരിക്കും. അങ്ങനെയുള്ള 1-2 ആളുകളെയും എനിക്കറിയാം. അവർ നല്ല ആഴത്തിലുള്ള നോളജ് കൊണ്ട് ആളുകളെ ഗൈഡ് ചെയ്യും, പക്ഷെ അവർക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമില്ല. ബിസിനസ് അവരെ കപ്പ് ഓഫ് ടീ അല്ല. ബിസിനസ് അങ്ങനെയാണ്, ബിസിനസ് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ബിസിനസ് എന്നാൽ റിസ്ക് എടുക്കാനും പുതിയ പുതിയ സംഗതികൾ, ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ തിരഞ്ഞ് അതിൻ്റെ പിന്നാലെ ഭ്രാന്തമായിട്ട് ആവേശത്തോടു കൂടി ഓടാനുള്ള ഒരു ഫയറുള്ള ഒരാളുടെയാണ് ബിസിനസ്. ചിലപ്പോൾ നല്ല അധ്യാപകർ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ടീച്ചിങ്ങിൽ അയാൾ പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അപ്പോൾ പക്ഷേ അനുഭവപരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ്. ഇപ്പം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയൊരു ട്രെൻഡ് വലിയ രീതിയിലുണ്ട്. ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇത്രയും ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു ബിസിനസ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഏതൊരാൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. കുറച്ചൊരു ഫണ്ട്, ഒരു ഇനിഷ്യൽ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ആദ്യത്തെ ഒരു 3 വർഷത്തെ ഒരു ഹാർഡ് വർക്ക്, ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, ഒരു ചലഞ്ചാണെന്ന് എപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ 3 വർഷം. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ 3 വർഷങ്ങൾ ഇത്രയും ചലഞ്ചാണെന്ന് പറയാൻ കാരണം? ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത്, അത് ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ പറയണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ മെയിൻ പരിപാടി. അന്ന് നമ്മളുടെ ഏറ്റവും വലിയ ഈ ഹ്യൂമൻ എക്സ്പോർട്ട് കേന്ദ്രമായിരുന്നു കേരളം. ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ പണിക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരുന്ന ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കയറ്റി വിടുന്ന സ്ഥാപനമാണ്. അല്ലാത്തവന് ഗവൺമെൻറ് ജോലിയുടെ പുറകെ പോവാം. ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് ഒന്നാമത് ടെക്നോളജിയുടെ ഒക്കെ സൗകര്യവും ലോകം കാണാനുള്ള അവസരം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഗ്ലോബൽ വിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ ഉള്ളിൽ പല ഐഡിയകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്യണം. മാത്രമല്ല ഈ ബിസിനസ്സുകാരായ ആളുകളുടെ ലൈഫ് സ്റ്റൈലും അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ജോലിക്കാരനായ ആളുകൾക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ വലിയ കാറിലും നിരന്തര യാത്രകളും ഒക്കെ ചെയ്യുന്നതൊക്കെ അവനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവർക്കുള്ളൊരു പ്രചോദനമാണ്, നല്ല കാര്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകരായിട്ടുള്ള ആളുകൾ കടന്നു വരണം. പുതിയ ആശയങ്ങളും പുതിയ ടെക്നോളജി ആയിട്ടുള്ള സംരംഭകത്വത്തെ. പക്ഷേ എനിക്കിപ്പോഴും നിരാശയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ആ ഒരു സംരംഭകരെ വളർത്തിയെടുക്കാൻ മാത്രം ഇപ്പോഴും എക്യുപ്പൈഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് പറയാൻ പറ്റുക. കാരണം സംരംഭകർ ഇപ്പോഴും ഒരു പരിധിവരെ ശത്രുവായി കാണുന്ന രീതിയിലുള്ള മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും ഈവൻ വ്യവസായ വകുപ്പിൽ പോലും ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും അല്ല കേട്ടോ, മാറി വരുന്നുണ്ട്, പുരോഗതിയുണ്ട്. എന്നാലും അതിലേക്ക് അങ്ങോട്ട്
കുട്ടികൾ ഭയങ്കര പാഷനറ്റ്, വലിയ സ്പീഡിൽ പോണവർക്ക്. അപ്പോൾ നമ്മൾ ഈ ചുവപ്പ് നാടുകളും അവിടുത്തെ പേപ്പറുകളും ഇവിടുത്തെ പേപ്പറുകളും വർഷങ്ങളുടെ കാത്തിരിപ്പൊക്കെ, ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഇതൊരാഴ്ച കൊണ്ട് പരിപാടി നടക്കും. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇവിടുത്തെ ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ലൈസൻസ് എടുത്ത് ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഓൺലൈനിൽ തുടങ്ങാം. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റാണ് കാര്യങ്ങൾ. അപ്പോൾ സംരംഭകത്വം എന്ന് പറയുന്ന സ്വപ്നം പൂവണിയാനുള്ള താല്പര്യം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ആദ്യത്തെ 3 വർഷം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നതിൽ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിലുള്ള ഒരു ബിസിനസ്സുകാരനായിത്തീരുക എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ജോലിക്കാരിൽ നിന്ന് നിങ്ങളൊരു ബിസിനസ്സുകാരനിലേക്ക് ആകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു 3-4 വർഷത്തെ കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബിസിനസ്സുകാരൻ്റെ DNA-യും ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വ്യക്തിയുടെ DNA-യും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന 3 വർഷത്തെ സ്ട്രഗിളൊന്നും ആർക്കില്ല. നിങ്ങളൊരു പാരമ്പര്യ ബിസിനസ് കുടുംബത്തിൽ ജനിക്കുകയും ബിസിനസ്സുകാർക്കിടയിൽ ജീവിച്ചു വരികയും അവിടെയുള്ള ചർച്ചകളും മറ്റുമൊക്കെ ബിസിനസ് തന്നെ കേട്ട് വളരുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 6 മാസം കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റും. ആ ഒരു റിസ്ക് എടുക്കാനുള്ള കഴിവ്. കാരണം ബിസിനസ്സിൽ ഈ പറയുന്ന ഫാൻറ്റസിയും ഫാൻസിയും മാത്രമൊന്നും അല്ല, ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ 18 മണിക്കൂറുള്ള കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഞായറാഴ്ചകളിൽ കഴിഞ്ഞ കുറേ ഞായറാഴ്ചകൾ ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് ട്രെയിനിങ് ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ട്, അതിന് മുന്നേ ഉള്ള ഞായറാഴ്ചയുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരു 10 ദിവസമായിട്ട് ചൈനയിലായിരുന്നു, കുറച്ച് ഓൺട്രപ്രണേഴ്സ് ബിസിനസ് വിസിറ്റായിരുന്നു. അവിടെയും നമ്മൾ ബിസിയാണ്. അപ്പോൾ ഞായറാഴ്ചകളില്ലാതെ ക്ലോക്കില്ലാതെ നമ്മൾ പണിയെടുക്കേണ്ടിയും വരും. അപ്പോൾ അതാണ്. രണ്ടാമത്തത് ഒരു ഇവൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല പ്രൊഡക്റ്റ്, നല്ല ആശയം ഉണ്ടാവും. ഈ ആശയവും പ്രൊഡക്റ്റും മാത്രം മതിയാവില്ല ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ. നല്ല ടീം വേണം. അപ്പോൾ ഈ ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നുമല്ല. നല്ല കഴിവുള്ളവരെ കണ്ടെത്തുക, അവരെ കൂടെ നിർത്തുക, അവരെ നമ്മുടെ വിഷനിലേക്ക് കൊണ്ടുപോകുക, അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റില്ല. നീന്തൽ, ഡ്രൈവിംഗ് ഒന്നും തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ് ബിസിനസ്. നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റില്ല. ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം നമ്മളെ MBA പ്രശ്നം എന്ന് വെച്ചാൽ തിയറിറ്റിക്കലി പഠിപ്പിക്കുക എന്നുള്ള, നേരെ മറിച്ച് വിദേശ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എക്സിക്യൂട്ടീവ് MBAs ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ള ഗൈഡൻസ് വേറെയാണ്. മാർക്കറ്റിംഗ്, ചില ആൾക്ക് സെയിൽ അറിയില്ല. ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് സെല്ലിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ സെയിൽസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സെയിൽസ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല ഐഡിയ പൊട്ടിപ്പോവും. ടീമിന് മാനേജ് ചെയ്യില്ലെങ്കിൽ പൊട്ടിപ്പോവും. ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും. അപ്പോൾ ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സ്കില്ലല്ല. ഇത് നമ്മൾ ചെയ്ത് പഠിക്കുന്ന സ്കില്ലുകളാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് ഇവരെ കയ്യിൽ തുടങ്ങാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 50 ലക്ഷമാണ് ബജറ്റ് ഇട്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷം. അതിനും അപ്പുറത്തേക്ക് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനമുണ്ട്. മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അത് കിടക്കുകയും ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്ക് ഡേറ്റ് തിരിച്ചു വരണ്ടെങ്കിൽ ആ 2 മാസം സ്ട്രഗിൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ പൊട്ടിപ്പോയി ഒത്തിരി ആളുകളുണ്ട്. 90% സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ തുടങ്ങുന്നത് ആദ്യത്തെ 5 മുതൽ 10 വർഷത്തിനുള്ളിൽ പോകുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ 1 പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടും 2 പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് വരുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും, നല്ല ഡ്രസ്സ് വാങ്ങിക്കും, നല്ല വണ്ടി വാങ്ങിക്കും. ഇത് അയാളുടെ പൈസയല്ല, അത് ബിസിനസ്സിൻ്റെ പൈസയാണ്. അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിവിഡൻഡിലേക്ക് അപ്പോഴും ബിസിനസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും. അപ്പോൾ ബിസിനസ് തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നേടേണ്ട കുറേ സ്കില്ലുകളുണ്ട്. ആ സ്കില്ല് നേടിയെടുക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഈ 3 വർഷം. സ്വാഭാവികമായിട്ടും ആ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ പാകപ്പെടുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് വളരാനും അത് വളർത്തിയെടുക്കാനും അതിനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കസ്റ്റമർക്കിടയിലേക്ക് അതിനെ എത്തിക്കാനും അതിലെ പരാതികൾ തീർക്കാനുള്ള സമയം കൂടി ഇതിനകത്തുണ്ട്. കസ്റ്റമർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക, നല്ല സെയിൽസ് മെക്കാനിസം ബിൽഡ് ചെയ്യുക, പ്രൊഡക്റ്റിനെ പോളിഷ് ചെയ്യുക. ഫസ്റ്റ് പ്രൊഡക്റ്റ് ചിലപ്പോൾ നന്നാവില്ല, അത് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 3 വർഷം എന്ന് പറയുന്നത് 3 മുതൽ 4 വർഷം വരെ ഹൈലി ഫോക്കസ് ചെയ്ത്. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാവിൻ്റെ എല്ലാ പ്രയോറിറ്റിയും ആദ്യത്തെ ഒരു 3 വർഷം ആ കുഞ്ഞ് തന്നെ ആയിരിക്കും. മാതാവിൻ്റെ ഉറക്കം, മാതാവിൻ്റെ ജോലി, മാതാവിൻ്റെ മറ്റു പരിപാടികൾ. ആ കുഞ്ഞിൻ്റെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ അവർ പ്ലാൻ ചെയ്യും. ആ കുഞ്ഞ് സേഫ് ആകുന്ന രീതിയിലുള്ള അജണ്ടകൾ അവർ സെറ്റ് ചെയ്യും. അത് തന്നെയാണ് ബിസിനസ്.
അങ്ങനെ തന്നെ കെയർ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്. പക്ഷേ നിങ്ങളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു, നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു, നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർന്ന് കഴിഞ്ഞൊരു സ്റ്റേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്തതിന് ഈസി ആയിട്ട് നമുക്ക് പല പല ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെയാണ് കമ്പാരിറ്റീവ്ലി പുതിയ പുതിയ ബിസിനസ്സും പുതിയ ഡിവിഷനിലേക്കൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസിയാണ്, മുമ്പത്തെ സ്ട്രഗിൾ ഇല്ല. കാരണം അതെങ്ങനെയാണ് അതിൻ്റെ എസൻസ് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് തീർച്ചയായും. ഏതൊരു ബിസിനസ്സും നിങ്ങൾ അടുത്തൊരു 3 വർഷം നിങ്ങൾ തുടങ്ങി ഒരു 3 വർഷത്തിനുള്ളിൽ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിച്ചേക്കണം. അത് എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് ഗൈഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബിസിനസ്സിന് ഒരു 3 സ്റ്റേജാണുള്ളത്. ഒന്ന് സ്ട്രഗിളിങ് സ്റ്റേജ്, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഈ സ്ട്രഗിളിങ് സ്റ്റേജിൽ നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഫുൾ ലോഡ് ഇറക്കുന്നത് നമ്മളായിരിക്കും, പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മളായിരിക്കും, കസ്റ്റമർ വിളിക്കുന്നത് നമ്മളായിരിക്കും, ഡെലിവറി എടുക്കുന്നത് നമ്മളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതാണ് ഒരു മാനേജർ സ്റ്റേജ് എന്ന് പറയുന്ന സാധനം. മാനേജർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആളുകളുണ്ടാവും നമ്മുടെ കൂടെ. പക്ഷേ ആ ആളുകൾ പണിയെടുക്കണമെങ്കിൽ നമ്മൾ അവിടെ വേണം. ഇപ്പം എൻ്റെ 30 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാസത്തിൽ 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോകാറുള്ളൂ. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനൊരു മെക്കാനിസം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാനേജർ സ്റ്റേജിൽ നമ്മൾ പണിയെടുക്കണം, എടാ ചെയ്യടാന്ന് പറയണം, അങ്ങോട്ട് സെയിൽ ചെയ്യടാന്ന് പറയണം, പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കി നിൽക്കണം, സൂപ്പർവൈസർ ആയിരിക്കും നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ അല്ല. പണിക്കാർ പലതും എടുക്കുമെങ്കിൽ പോലും നമ്മുടെ ക്ലോസ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോഴും നമുക്ക് ആ സ്ട്രെയിൻ വരും, ടെൻഷൻ വരും, ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തലവേദന ഉണ്ടാക്കും, വേണ്ടത്ര സ്പീഡ് എടുക്കില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതും കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റേജാണ് ഈ ഒരു ബിസിനസ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തുക, സിസ്റ്റമാറ്റിക് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു ടീമായി, അതിനൊരു ടീം സ്പിരിറ്റായി. അത് ടീമിന് എന്ത് ചെയ്യണം, അതായത് സെൽഫിനെ നമുക്കൊരു ടീം ഡ്രൈവൺ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സിലേക്ക് മാറ്റണം. അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു. സെയിൽസിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, പ്രൊഡക്ഷന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, മാർക്കറ്റിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റം അത് ഒറ്റയ്ക്ക് തന്നെ വർക്ക് ചെയ്യുകയും അതിൽ കറക്റ്റായിട്ടുള്ള MISകൾ, അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുള്ള കൃത്യമായ ഇൻഫർമേഷനുകളും റിവ്യൂ മീറ്റിങ്ങുകളും നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിന്ന് വാട്സപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് എടുത്താൽ മതി. ഇന്ന് എത്ര കസ്റ്റമർ വന്നു, എത്ര ആളെ വിളിച്ചു, എത്ര ആളെ വിളിച്ചില്ല, ഏതൊക്കെയാണ് ഫെയിലിയർ ആയത്, എന്തുകൊണ്ട് ഫെയിലിയറായി, ആരൊക്കെ വന്നില്ല എന്നുള്ള ആരെയും വിളിച്ച് നോക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ വർക്കുകൾ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്കറിയാൻ പറ്റും. ഓരോരുത്തരും അവൻ്റെ വർക്കുകളുടെ മറ്റുള്ള ബോസിൻ്റെ ഡാഷ്ബോർഡിൽ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ആബ്സെൻസിൽ അവനും അവൻ്റെ പണിയെടുക്കും. കാരണം അവൻ്റെ ഉള്ളിൽ അവന് ചെയ്യേണ്ടതായിട്ടുള്ള ടാർഗറ്റുകളും KPIs അവൻ്റെ മുന്നിലുണ്ടാവും. ഒരു ദിവസം അവൻ ഇത്ര ആളെ വിളിച്ചിരിക്കണം എന്നുള്ള KPIs ഉണ്ട്. അതില്ലെങ്കിൽ അവൻ റെഡ് കാണിക്കും. സോ അവൻ ഗ്രീനിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒരു ഓട്ടോ പൈലറ്റ് ബിസിനസ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് സ്കെയിലപ്പ് സ്റ്റേജ്. അവിടെ എത്താതെ ടീമും സിസ്റ്റവും ഇല്ലാതെ നമുക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ടീമും ബിസിനസ്സും ക്യാഷും നമ്മുടെ കയ്യിൽ വേണം. ക്യാഷ് നമ്മളെ കയ്യിൽ വേണമെന്നില്ല, നമുക്ക് ലോൺ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് സ്വീകരിക്കാം, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വാങ്ങാം. ഈ 3 സംഗതികളുമാണ് നമ്മൾ സ്കെയിലപ്പിലേക്ക് എത്തുന്നത്. സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്, മൾട്ടിപ്ലിക്കേഷനാണ്. പല ബിസിനസ്സുകളായിട്ടോ പല ഡിവിഷനായിട്ടോ പല ബൗണ്ടറികളിലായിട്ടോ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ജേണിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ടീം മാനേജൊക്കെ പഠിക്കാനുള്ളൊരു കാലയളവാണ് 3 ഇയർ. അത് കഴിയുമ്പോഴേക്കും മേഡം ഒരു പതുക്കെ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാലാണ് പിന്നെയാണ് ഇത് സ്കെയിലബിലിറ്റി ഉണ്ടാവുക. ചില ആളുകൾ ഈ 3 വർഷം കഴിയുമ്പോഴേക്കും മരിക്കുകയും ചെയ്യും. ചില ബിസിനസ്സുകൾ മരിക്കും. മിക്കവാറും സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകളും 3-5 വർഷം ആകുമ്പോഴേക്കും 90% സ്റ്റാർട്ടപ്പുകളും പൂട്ടിപ്പോകുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അത് മേ ബി ഈ ഒരു രീതിയിൽ അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ടാവാം അല്ലേ? അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, അവൻ്റെ കയ്യിൽ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഇവർ എംപ്ലോയി കുടുംബങ്ങളിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നല്ല മിടുക്കരായിരിക്കും പഠിക്കാനൊക്കെ, ടെക്നോളജി സോഫ്റ്റ്വെയർ നല്ലതായിരിക്കും. പക്ഷേ അതിൻ്റെ സെയിൽസ് അറിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. സെയിൽസ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, ബ്രാൻഡിങ്. എൻ്റെ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് നാട്ടുകാരെ അറിയിക്കണം, നാട്ടുകാർ ഇതിന് ചോദിച്ചു വരണം, നാട്ടുകാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റിന് വില കാണണം, വരാൻ തയ്യാറാവണം. എപ്പോഴല്ലേ നിങ്ങൾ സക്സസ് ആവുന്നത്? അപ്പോൾ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും സെയിൽസും ടീം ബിൽഡിങ്ങും HR-ഉം ക്യാഷ് മാനേജ്മെൻറ്റും അറിയില്ലെങ്കിലും ബിസിനസ് കിട്ടും. പ്രൊഡക്റ്റ് തന്നതുകൊണ്ട് കാര്യമില്ല. എത്രയോ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടും ഇത് സക്സസ് ആവാതെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ബെഞ്ചാലി ബിസിനസ് കണക്ട് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നല്ല പ്രൊഡക്റ്റും സർവീസും ഉള്ള ഓൺട്രപ്രണേഴ്സ് അവർ ദിശ അറിയാത്ത കാരണത്താൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ. അത് ചെറിയൊരു ഫീസോടുകൂടി ജോയിൻ ചെയ്യും. ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണറെ അടുത്ത 3-4 വർഷം കൂടെ അയാളുടെ സ്വപ്നം ഒരു 100 കോടി ടേൺ ഓവറിലേക്കും അയാളുടെ ബിസിനസ്സിൻ്റെയും അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാമെന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഒരു സംരംഭകൻ്റെ പരാജയം എന്ന് പറയുന്നത്
എത്രയോ ആളുകളുടെ അവസരങ്ങളുടെ നഷ്ടപ്പെടൽ കൂടിയാണ്. നല്ലൊരു സംരംഭം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ്റിന് പരിമിതിയുണ്ട്. നമ്മൾ നല്ല സക്സസ്ഫുൾ ഒരു 1000 ഓൺട്രപ്രണർ ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1,00,000 തൊഴിലവസരങ്ങളും കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച്, ഒരു പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല വഴിയാണ് എത്തിക്കൽ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു പറ്റം നല്ല സംരംഭകരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് അവർ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർ മുൻകൂട്ടി കാണിച്ചു കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. അത് ആ ഒരു മിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒക്ടോബർ 9 നമ്മളെ വിട്ടുപോയ ശ്രീ രത്തൻ നാവൽ ടാറ്റ ഒരിക്കലും രാജ്യത്തിന് ഹിതകരമല്ലാത്തൊരു ബിസിനസ് ചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട്. അവർ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന രാജ്യത്തിന് ഹിതകരമായ ഒരു ബിസിനസ്സിലും ഇല്ല. ടാറ്റ ഒരു ആഗോള കമ്പനിയാണ്, ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല.